ബോർഡ് കോർപ്പറേഷൻ വിഭജന ചർച്ചകൾക്ക് തിങ്കളാഴ്ച തുടക്കമാകും. കോൺഗ്രസ് നേതൃത്വം ഘടകകക്ഷി നേതാക്കളുമായി ചർച്ചകൾ നടത്തും. മദ്യനയം തയ്യാറാക്കാനുള്ള ഉപസമിതിക്കും ഉടൻ രൂപം നൽകും. ഉപസമിതി നൽകുന്ന റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് അന്തിമ മദ്യനയം തയ്യാറാക്കുക. സർക്കാരിന്റെ നയപരിപാടികൾക്ക് രൂപം നൽകാൻ വിപുലമായ യോഗം വിളിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പരമാവധി വിവാദങ്ങൾ ഒഴിവാക്കി മികച്ച ഭരണം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് യോഗത്തിന്റെ പൊതുവിലയിരുത്തൽ. റോഷിവാൽ ചേരുന്നു. റോഷിവാൽ, എന്തൊക്കെയാണ് മുന്നണി തീരുമാനങ്ങൾ? റോഷ്നി കീർത്തന, ഇന്നലെ ചേർന്ന UDF യോഗമാണ് ബോർഡ് കോർപ്പറേഷൻ വിഭജനം സംബന്ധിച്ചുള്ള ചർച്ചകൾ വേഗം തുടങ്ങാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് തിങ്കളാഴ്ച മുതൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഘടകകക്ഷികളുമായുള്ള ആശയവിനിമയം തുടങ്ങുക. ബോർഡ് കോർപ്പറേഷൻ ഘടകകക്ഷികൾക്ക് ഏതൊക്കെ നൽകണം എന്നതിൽ ഒരു ധാരണയാകും. അതേസമയം തന്നെ അടുത്തയാഴ്ച 3 പ്രധാനപ്പെട്ട UDFിന്റെ നേതാക്കൾക്ക് ക്യാബിനറ്റ് പദവി നൽകുന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. അത് PJ ജോസഫ്, MK മുനീർ, ദേവരാജൻ, ഈ 3 പേരും ക്യാബിനറ്റ് പദവിയോടെ ബോർഡ് കോർപ്പറേഷൻ പദവി താല്പര്യം അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ ചർച്ചകൾക്ക് പ്രാധാന്യം നൽകുന്നത്. അതേസമയം തന്നെ ഈ ബോർഡ് കോർപ്പറേഷൻ ഏതൊക്കെ നൽകണമെന്ന കാര്യത്തിലും തീരുമാനമുണ്ടാകും. മുസ്ലിം ലീഗ് നേതൃത്വം നേരത്തെ തന്നെ കൂടുതൽ ബോർഡ് കോർപ്പറേഷൻ വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്ത് കൂടുതൽ ബോർഡ് കോർപ്പറേഷൻ അംഗങ്ങൾ എണ്ണം കൂട്ടിയിരുന്നു. ഈ സാഹചര്യം കൂടിയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഭരണപരിഷ്കാര കമ്മീഷനിലാണ് തർക്കം തുടരുന്നത്. അതുപോലെ തന്നെയാണ് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന യോഗം ചേർന്ന് ഈ മാനിഫെസ്റ്റോയിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച ഒരു ധാരണയുണ്ടാക്കും. സംസ്ഥാന സർക്കാരിന്റെ നയപരിപാടികൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകളായിരിക്കും. അതിവേഗത്തിൽ കാര്യങ്ങൾ നടപ്പിലാക്കുക, പരാതികൾ പൂർണ്ണമായും ഒഴിവാക്കുക, അതിന് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് മുന്നണി നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമാണ്. അതുകൊണ്ട് വിപുലമായ UDF യോഗം ഓണത്തിന് ശേഷമാണ് ചേരുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ. അതിൽ മദ്യനയം തീരുമാനിക്കാനുള്ള ഉപസമിതിയുടെ റിപ്പോർട്ട് അടക്കം ഏറ്റവും പ്രധാനമാണ്. ആ റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്ത് അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയാകും UDF സർക്കാരിന്റെ VD സതീശൻ സർക്കാരിന്റെ ആദ്യ മദ്യനയം തയ്യാറാക്കുക. ശരി, റോഷിവാലാണ് വിവരങ്ങൾ നൽകിയത്.